പണമുണ്ടാക്കുക എന്നത് ജീവിത ലക്ഷ്യമായി മാറുമ്പോൾ ജീവിതം ജീവിച്ചു തീർക്കാൻ മറന്നുപോയവരുടെ ഒരു കഥ കൂടിയാണ് ഞാനിപ്പോൾ പറഞ്ഞു വെക്കുന്നത്. വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്ത് ഓരോ ചില്ലിക്കാശും ശ്രദ്ധയോടുകൂടി മാറ്റിവെച്ച് വിരമിക്കുമ്പോൾ കോടീശ്വരനായി മാറിയ ഒരു ജാപ്പനീസ് വയോധികന്റെ അനുഭവം ലോകത്തിന് നൽകുന്നത് കണ്ണു നനയിക്കുന്ന ഒരു പാഠമാണ്. 67-കാരനായിട്ടുള്ള സുസുക്കി എന്ന ഈ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ സമ്പാദ്യത്തിന് അമിത പ്രാധാന്യം നൽകിയതിൻ്റെ പേരിൽ ഇന്ന് കൊടിയ കുറ്റബോധമാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളപ്പോൾ ഒരു യാത്ര പോലും പോകാതെ, ഒരു നല്ല ഭക്ഷണം പോലും കഴിക്കാതെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കോടികൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട്. എന്നാൽ ആ പണം ആഘോഷിക്കാൻ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഇന്ന് തൻ്റെ കൂടെയില്ല. സുസുക്കിയുടെ ഈ അനുഭവം ലോകമെമ്പാടുമുള്ള സാമ്പത്തിക വിദഗ്ധർക്കിടയിലും പണം ലഭിക്കാൻ നെട്ടോട്ടമോടുന്ന യുവതലമുറക്കിടയിലും വലിയ ചർച്ചയാക്കിയിരിക്കുകയാണ്. പണം സമ്പാദിക്കണം, എന്നാൽ ജീവിതത്തിൻ്റെ മനോഹരമായ നിമിഷങ്ങൾ അതിനായി ബലി കഴിക്കരുത് എന്ന വലിയൊരു സന്ദേശം സുസുക്കിയുടെ ജീവിതം നമുക്ക് മുൻപിലേക്ക് വെക്കുന്നുണ്ട്. സുസുക്കി എന്ന ഈ ജാപ്പനീസ് വയോധികന്റെ ജീവിതം തുടങ്ങുന്നത് കടുത്ത ദാരിദ്ര്യത്തിൽ നിന്നാണ്. ചെറുപ്പത്തിൽ അനുഭവിച്ച കഷ്ടപ്പാടുകളാണ് പണത്തിനോട് ഒരുതരം ഭയം ഉണ്ടാക്കാൻ കാരണമാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ഭയം പിന്നീട് കടുത്ത പിശുക്കും സമ്പാദ്യശീലവുമായി മാറുകയായിരുന്നു.